യെസ്, രഞ്ജിത്ത് കാർത്തികേയൻ, വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. ഈ കേന്ദ്രം അവഗണിക്കുന്നു, കേന്ദ്രം പലതും പിടിച്ചു വച്ചിട്ടുണ്ട് എന്ന ആക്ഷേപം ആണ് ഇന്നും നമ്മൾ എല്ലാവരും കേട്ടത്. നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുന്ന ഒരു ആക്ഷേപം അതാണ്. താങ്കൾക്ക് ഒരുപക്ഷെ കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കും എത്ര കിട്ടാനുണ്ട്, എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ താങ്കൾക്ക് വളരെ ആധികാരികമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ഞാൻ ഇത് ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു നേരത്തെ പറഞ്ഞു, അദ്ദേഹം പരിഹാസത്തോട് പറഞ്ഞു, ഇവിടെ പറഞ്ഞിരുന്ന ആളുകളെല്ലാം ഈ കേന്ദ്രത്തിന് ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് അദ്ദേഹം ഒന്ന് പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് സബ്ജൂഡിസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 57,400 കോടി രൂപയാണ് ബഡ്ജറ്റ് ഡോക്യുമെന്റ് പ്രകാരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുന്നത്. 57,400 കോടി. അതെ, അതിൻ്റെ ഒരു വിശദീകരണവും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ 57,400 കോടി രൂപ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കിട്ടാതായത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു എക്സ്പ്ലനേഷനും ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. GST കോമ്പൻസേഷൻ കിട്ടാത്തത് 2022 നിന്നതാണത്. അത് കാരണം 12,000 കോടി നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. അതായത് 22 തീർന്ന ഒരു കോമ്പൻസേഷനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ്, നേരത്തെ ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ CP ജോൺ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് ഈ റവന്യൂ ഡെഫിസിറ്റ് എന്നും. അത് പ്രകാരം 8,400 കോടി രൂപ കിട്ടാനുണ്ട്. ലോവറിംഗ് ഓഫ് ഡെറ്റ്, ഈ കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ്റെയും കമ്പനികൾ ലോൺ എടുത്തത് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലാക്കി. ആ അക്കൗണ്ടിലാക്കിയതിൻ്റെ ഭാഗമായി 7,000 കോടി രൂപ കിട്ടാനുണ്ട്. അല്ലെങ്കിൽ കടം എടുക്കാൻ പറ്റിയില്ല, കിട്ടാനുണ്ടെന്നല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. 7,000 കോടി നമുക്ക് വീണ്ടും കടമെടുക്കാൻ പറഞ്ഞില്ല. ഞാനല്ലല്ലോ കിഫ്ബി അല്ലേ എടുത്തത്, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിയല്ലേ എടുത്തത്, അവരെടുത്തതിന് എന്നെ എന്തിനാ കുറയ്ക്കുന്നേ എന്നുള്ള രീതിയിൽ പറയുന്നത് 7,000 കോടി രൂപ. അത് കഴിഞ്ഞ് പബ്ലിക് അക്കൗണ്ട്, നമ്മുടെ ട്രഷറിയിൽ നിന്നും മറ്റുമൊക്കെയുള്ള പണം എടുത്തത് 12,000 കോടി രൂപ. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി 18,000 കോടി രൂപ ലോവറിംഗ് ഓഫ് ഡിവിസിബിൾ പൂൾ. ഈ ഡിവിസിബിൾ പൂൾ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അല്ല ചെയ്യുന്നത്. ഈ ഡിവിസിബിൾ പൂളിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫോർമുല വച്ചിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനകത്ത് 15% പോപ്പുലേഷൻ, 15% ഏരിയ ഓഫ് ദ സ്റ്റേറ്റ്, 10% ഫോറസ്റ്റ് എക്കോളജി, ഇൻകം ഡിസ്റ്റൻസ്. അതായത് ഹരിയാനയെ ഒരു മോഡൽ, ഏറ്റവും ഇതുള്ള മോഡൽ സ്റ്റേറ്റായി എടുത്തിട്ട് അതുമായിട്ടുള്ളൊരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 45% വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന ഡിവിസിബിൾ പൂളിലെ കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ഈ ടാക്സ്, സബ്സിഡി, ടോട്ടൽ സബ്സിഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു ഡെമോഗ്രാഫിക് പെർഫോമൻസിന് 12%, ഒരു ടാക്സ് എഫർട്ട്, നേരത്തെ പറഞ്ഞു ടാക്സ് പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ടാക്സ് എഫർട്ട്, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു വെയിറ്റ് കൊടുത്ത്, മൾട്ടിപ്പിൾ വെയിറ്റ് കൊടുത്താണ് ഈ 45 ഈ പറയുന്ന ഡിവിസിബിൾ പൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ കുറഞ്ഞു പോയ 18,000 കോടി രൂപ ഇതാണ് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കിട്ടാനുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഫിക്റ്റീഷ്യസ് അല്ലേ? അത് കിട്ടാൻ നമുക്ക് എടുക്കാൻ പറ്റാത്ത കടം, ഫൈനാൻസ് കമ്മീഷൻ നിശ്ചയിച്ച ഡിവിസിബിൾ പൂളിൽ കുറഞ്ഞു പോയത്, അതായത് സാങ്കല്പികമാണ്. ഇല്ല, അതായത് ഈ 57,400 കോടി രൂപ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ അതിനകത്ത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതാരും ബഡ്ജറ്റ് ഡോക്യുമെന്റ് വായിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു സത്യം എഴുതി വെച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നു ഈ ഇനത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് ഈ പറയുന്ന 57,400 കോടി രൂപ കിട്ടാനുള്ളതെന്ന്. നമ്മളെങ്ങനെയാണ് ഇത് ആക്ച്വലി കിട്ടാനുണ്ടെന്നുള്ള സാധാരണ മനുഷ്യൻ, അതായത് ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു ഒബ്സർവർ ആയിട്ടുള്ള എന്നെപ്പോലുള്ള ഒരാൾ എങ്ങനെ ഇത് വിശ്വസിക്കുന്നേ? ഇവിടുത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ലേ? അപ്പം നാച്ചുറലി ഇത് ഈ പറയുന്ന എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, എനിക്ക് ഈ പറയുന്ന കളക്ഷൻ കൂട്ടാൻ പറ്റാത്തത് കൊണ്ട്, എനിക്ക് പെർഫോമൻസിനെ ഒരു രീതിയിൽ കൊണ്ടുപോകാനൊക്കാത്തത് കൊണ്ട്, എനിക്ക് ദൂർത്ത് നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിങ്ങനെ കേന്ദ്രത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഫൈനാൻസസ് കേന്ദ്രമാണ് കാരണം, അതിൻ്റെ കൂടെ ഒരു കേസും കൂടെ കൊടുക്കുക.
അപ്പോൾ ഇനി അതിൻ്റെ വിധി വരുമ്പോഴെങ്കിലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഇനി ഇപ്പോൾ പ്രക്ഷോഭവും സമരമൊക്കെ വരുന്നുണ്ട്. അതെ, അത് വന്നോട്ടെ. അതൊക്കെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. അതൊക്കെ എനിക്ക് തോന്നുന്നത് എത്രയും ഈ അഡ്വക്കേറ്റ് സുരേഷ് ബാബു സാറിനെ പോലുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഇത് മനസ്സിലാകാത്തതുകൊണ്ടല്ല, അവർ നിർബന്ധിതരാകുകയാണ് ഒരു ഈ പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ, അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു പൊളിറ്റിക്കൽ മിഷനറിയെ സപ്പോർട്ട് ചെയ്യാൻ ഓർഗനൈസ് ചെയ്യും. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം FDIയെ പറ്റിയാണ്. FDIക്ക് എഗൻസ്റ്റ് ആയിട്ടല്ല. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ FDIയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം FDI വേണ്ട, അല്ലെങ്കിൽ ഇത് വിദേശ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ വളരെ മോശമായി സംസാരിക്കുന്നത് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഇന്ന്. അത് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുക്കേണ്ടി വന്നു, കേന്ദ്രം പറയുന്നു എന്ന് പറയുന്നതിനകത്ത് വളരെ ഒരു റോങ് മെസ്സേജാണ്. സർ, ഇവിടെ ഇന്ത്യയിൽ ഭാരതത്തിൽ ആളുകൾ വരുന്നതിന് കാരണങ്ങളുണ്ട്. എക്കോണമി ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ ബ്രൈറ്റസ്റ്റ് സ്പോട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. സിസ്കോയിലെ ഫോർമർ ചെയർമാൻ പറഞ്ഞത്, ഏഷ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ വരണമെങ്കിൽ അത് ഭാരതത്തിലായിരിക്കും. അത് രണ്ടാമതൊരു സ്റ്റേറ്റും കൂടെ ഉണ്ടെങ്കിൽ അതും ഭാരതം തന്നെ 2 പ്രാവശ്യം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം ആ തലത്തിൽ വിദേശ ഇൻവെസ്റ്റേഴ്സ് കാണുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. അപ്പോൾ ഇത് കേരളത്തിൽ എന്തുകൊണ്ട് വരണം? കേരളത്തിൽ വരണമെങ്കിൽ നമ്മുടെ ധനസ്ഥിതി നല്ലതാണ്, എക്കോണമി വൈബ്രൻ്റ് ആണ്, നമുക്ക് അതിനുള്ള ആളുകൾ നൈപുണ്യമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ആളുകൾ ഇവിടെ വരുന്നത്. ഇതൊരു മൈഗ്രേഷൻ നടക്കുന്ന സ്റ്റേറ്റാണ്, ഏജിങ് പോപ്പുലേഷനാണ്. ഇവിടുത്തെ ധനസ്ഥിതി മെച്ചപ്പെട്ടതല്ല, ഇവിടുത്തെ ഒരു കേന്ദ്രവുമായിട്ട് അലൈൻഡ് അല്ല നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി ഈ പറയുന്ന 3 ലക്ഷം കോടി രൂപ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന പ്രസ്താവനകൾ മാത്രം, അതായത് ബഡ്ജറ്റിൽ വരുന്ന പ്രസ്താവനകൾ. കാരണം നമ്മൾ കോഫി, വയനാട്, എനിക്ക് തോന്നുന്നു ഇപ്പം US പ്രസിഡന്റ് വരെ വയനാട് ബ്രാൻഡ് കോഫിയാണ് കുടിക്കുന്നത്. ഇവിടുത്തെ എയർ സ്ട്രിപ്പുകളെ പറ്റി നമ്മൾ എല്ലാ ജില്ലകളിലും എയർ സ്ട്രിപ്പുകളുണ്ടായി. അപ്പോൾ ഇത് ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ബഡ്ജറ്റ് സമയത്ത് വരാത്ത ഒരു അന്തിച്ചർച്ചയ്ക്ക് വേണ്ടി കാണുന്ന ഒരു പ്രവർത്തനമായിട്ട് മാറി. കുറേ 2.5 മണിക്കൂർ കുറേ ഫിഗേഴ്സ് വായിച്ചു. എന്താ അതിന് ഈ 3 lakh crore ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന എന്ത് നയമാണ്? ഏത് സെക്ടറിലാണ് ഇത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതിന് യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ കേന്ദ്രമായിട്ടല്ലേ അലൈൻ ചെയ്യേണ്ടത്? വെറുതെ ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ വരുമോ? അപ്പം ഇത് ആളുകളെ പറഞ്ഞ് പറ്റിക്കാനാണ്. പ്രോത്സാഹനത്തിന് 22 കോടി അതിന് ഇനിയിപ്പോൾ യാത്രയൊന്നും ചെയ്യണം. നമുക്ക് ഈ പറയുന്ന റോഡ് ടു റിവർ, റൂം ഫോർ റിവറിൻ്റെ കാര്യം പറഞ്ഞ പോലെ എത്ര വിദേശ സന്ദർശനം നടത്തി നമ്മുടെ മുഖ്യമന്ത്രി അടക്കം. താങ്കൾ പറഞ്ഞ പോലെ ഈ റൂം ഫോർ റിവറൊക്കെ പദ്ധതി ഇപ്പം നടപ്പിലാക്കും. അവിടുന്ന് കണ്ടുപിടിച്ചതാണ്, അത് ഞങ്ങളിവിടെ നടപ്പിലാക്കും. ഇവിടെ പിന്നെ വെള്ളപ്പൊക്കം, പ്രളയം, ഈ കെടുതികളൊക്കെ നേരിടാൻ അതിനനുസരിച്ചുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കും. അത് പഠിക്കാനാണല്ലോ പോയത്. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ട്രാഫിക് റിഫോംസ് അത് പഠിക്കാനും പോയല്ലോ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഇനി കൺസൾട്ടൻസി കൂടെ വരും. അത് എന്തൊക്കെ പ്രോജക്റ്റിലാണ്, അത് PWC ആണോ വേറെ ഏതെങ്കിലും കൺസൾട്ടൻസി ഏജൻസി ആണോ എന്നുള്ളത് നമുക്ക് കണ്ടു കാണും. പിന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴേ പറയുന്നു, കാരണം ആ മേഖലയിൽ നേരിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് സുരേഷ് ബാബു അങ്ങേക്ക് ഇത് അറിയിക്കാൻ സാധിക്കും. അങ്ങ് പറഞ്ഞല്ലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ അന്വേഷിക്കും എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ആർജവത്തോടെ അങ്ങ് പറയേണ്ടത്, ഈ ഏരിയസിൽ ആളുകൾ വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ മുന്നൊരുക്കം എന്താണ്, അതിന് വേണ്ട ഒന്ന് ഈ പറയുന്ന കണക്ടിവിറ്റി. നമ്മൾ ടെക്നോ പാർക്ക് മാത്രം എടുത്താൽ മതി. ടെക്നോ പാർക്കിൽ 70,000 ആളുകൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് കണക്ടിവിറ്റി ഇല്ല. പലരും ഇവിടെ ജർമ്മനിയിൽ നിന്നും അല്ലെങ്കിൽ വരുന്ന വിദേശ കമ്പനികൾ നോക്കുന്ന ആദ്യത്തെ കാര്യം എന്തുകൊണ്ട് വളരെ ഉറക്കെ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ് നിസാനിനെ ഇവിടെ കൊണ്ടുവന്നു. നിസാൻ ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. കാരണം ബേസിക്, അപ്പം നമ്മൾ ചെയ്യേണ്ട ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കുക, ഗവൺമെൻറ് ഗവേൺ ചെയ്യുക. ഇവിടെ വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റി പറഞ്ഞു, ഏറ്റവും വലിയ ഇതാണ്. അദാനി അദ്ദേഹത്തിൻ്റെ ബലൂണൊക്കെ നമ്മൾ പറത്തി. പക്ഷേ ഇന്ന് റിംഗ് റോഡിനെ പറ്റി പറയുന്നില്ല. അവിടെ വന്ന ചൈനീസ് ഷിപ്പിൻ്റെ പടം നമ്മുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ വെച്ചിട്ടുണ്ട്. ഒരു ബുള്ളറ്റ് ട്രെയിനും ഉണ്ട്. പക്ഷേ അതല്ലാതെ ആ ഏരിയയിലുള്ള എന്ത് ഡെവലപ്മെൻറ്റാണ് ഈ നമ്മൾ മിസ് ചെയ്യും. നമ്മൾ ഡെഫിനറ്റായിട്ട് ഈ പറയുന്ന
ലോജിസ്റ്റിക്സിലും ഇൻഫ്രാസ്ട്രക്ചറിലും വളരെയധികം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ്, ഇത് കടലിൽ നിന്ന് തന്നെ സാധനം ഒരു ഫീഡർ വെസലിലോട്ട് പോയി ഇവിടെ കരയിലേക്ക് കിട്ടാവുന്ന ഒരു മാർഗത്തിലുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് കിട്ടില്ല. അപ്പം ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് പ്രധാനം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് ഇന്ന് തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട് കേന്ദ്രവുമായി അലൈൻ ചെയ്യുന്നൊരു പാർട്ടിയാണോ? ബാംഗ്ലൂരിലാണ് ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം വരുന്നത്, IT മേഖലയിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഈ അനാവശ്യമായുള്ള ചർച്ചകൾ നടത്തി ഇത് 3 ലക്ഷം കോടി വരും എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. 3 ലക്ഷം കോടി വരണമെങ്കിൽ അതിന് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, ലോജിസ്റ്റിക്സ്, സ്കില്ലിംഗ്, ഇങ്ങനെയുള്ള ഗൃഹപാഠം നടത്തിയിട്ടുണ്ട് എന്നുകൂടി പറയണം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രൊഫസർ റോണി കെ ബേബി, ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ ആവർത്തിച്ച് പറഞ്ഞ, അതായത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും പരാധീനതകൾ ഉണ്ടായിട്ടും ജനങ്ങളിൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു നിർദ്ദേശങ്ങളും ഇല്ല. അത് പറഞ്ഞാണ് ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ബജറ്റിനെ പൊതുവിൽ എങ്ങനെ വിലയിരുത്തുന്നു? പ്രൊഫസർ റോണി ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. കേൾക്കുന്നില്ല പ്രൊഫസർ റോണി. ഞാനൊന്ന് ജയേന്ദ്ര മാഷിലേക്ക് പോയിട്ട് ഞാൻ വരാം താങ്കളിലേക്ക്. ജയേന്ദ്ര മാഷ്, ചോദ്യം താങ്കളിലേക്ക്. ജയേന്ദ്ര മാഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു സൂമിലെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ശ്രീ ജയകുമാറിലേക്ക് പോവുകയാണ്. ശ്രീ ജയകുമാർ, ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ല, കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഇല്ല, ഇപ്പോൾ എഷ്വേർഡ് പെൻഷൻ അല്ലേ, അതാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറയുന്നു. മാത്രമല്ല സർക്കാർ ജീവനക്കാരെ ആശ്വസിപ്പിക്കാൻ, നേരത്തെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത കൊണ്ടായിരിക്കാം ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചിരിക്കുന്നു. പൊതുവിൽ ഈ സർക്കാർ ജീവനക്കാരുടെ പ്രതിനിധി എന്ന നിലയിൽ ബജറ്റിനെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ബഡ്ജറ്റ് വിലയിരുത്തുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് മടങ്ങിയ ശ്രീ ജോസ് സെബാസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞിട്ട് പോയ ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ആവശ്യമാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ കേരളത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് എപ്പോഴും അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയുമാണ്. എന്ത് ദ്രോഹമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അദ്ദേഹത്തോട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നമുക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവരുടെ ശമ്പളവും പെൻഷനുമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവർ കൊടുക്കുന്ന സേവനം വേണ്ടെന്ന് വെച്ചാൽ അവരുടെ ശമ്പളം നമുക്ക് ഒഴിവാക്കാമല്ലോ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ എയ്ഡഡ് മേഖല ഉൾപ്പെടെ 3 ലക്ഷത്തോളം പേര് വിദ്യാഭ്യാസ മേഖലയിൽ, പൊതുവിദ്യാഭ്യാസ മേഖലയിലും എയ്ഡഡ് മേഖലയിലുമായിട്ട് അധ്യാപകർ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ ആ ശമ്പളം നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ആവശ്യമായ ചികിത്സ വേണ്ടെന്ന് വെച്ചാൽ ആ ആരോഗ്യ മേഖലയിലുള്ള ആൾക്കാരുടെ സേവനം നമുക്ക് മാറ്റിവെച്ചാൽ അത് നമുക്ക് ലാഭിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ കേരളത്തിലെ ക്രമസമാധാന നില അതിനെ സംബന്ധിച്ച് നമുക്ക് ആശങ്കയില്ലെങ്കിൽ അവിടെ നമുക്ക് അവരുടെ സേവനം വേണ്ടെന്ന് വെക്കാം. എന്താ ഈ പറയുന്നതിന് അടിസ്ഥാനം? കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് എന്ത് ലാഭമാണ് കേരളത്തിൽ കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? തൊട്ടടുത്ത കർണാടകം നമ്മൾ പരിശോധിക്കൂ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് കർണാടകത്തിലെ സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന സേവനം എന്തെങ്കിലും കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ലഭിക്കുന്നുണ്ടോ? ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ ഉള്ള സർക്കാർ ജീവനക്കാരൻ്റെ ഒരു തുല്യത കേരളത്തിലെ സർക്കാർ ജീവനക്കാരനുണ്ടോ? എന്തിനേറെ പറയുന്നു, കേന്ദ്ര ജീവനക്കാർക്ക്, നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ 1/4 ശമ്പളം പോലും കേരളത്തിലെ അതേ തസ്തികയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ലഭിക്കുന്നുണ്ടോ? ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരന് ക്ഷാമബത്ത ഉൾപ്പെടെ 800 രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം. എന്ന് പറഞ്ഞാൽ 24,000 രൂപയ്ക്ക് താഴെ വരുന്ന ശമ്പളം. 800 രൂപ അടിസ്ഥാന ശമ്പളത്തോടുകൂടി കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ സർക്കാർ ജീവനക്കാരൻ
ആ സർക്കാർ ജീവനക്കാരനേക്കാളും അസംഘടിത മേഖലയിലെ തൊഴിലാളിക്ക് 1200 1300 ശമ്പളം കിട്ടുന്നുണ്ട്. ആ സംസ്ഥാനത്താണെന്ന് കേരളത്തിൽ 800 രൂപയ്ക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ പണിയെടുക്കുന്നതെന്ന് ഈ ജോസ് സെബാസ്റ്റ്യനെ പോലുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ എന്തുകൊണ്ടാണ് കാണാത്തത്? മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള ജീവനക്കാരെക്കാളും എന്ത് നേട്ടമാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് കേരളത്തിലുള്ളത് എന്ന് ഇവരെ പോലുള്ളവർ വിശദീകരിക്കാൻ തയ്യാറാവണം. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കണം, ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളൊരു കാര്യം, കേരളത്തിലെ സർക്കാർ ജോലി വേണ്ട എന്ന് കേരളത്തിലെ യുവാക്കൾ തീരുമാനിച്ചിരിക്കുന്നു. അവർ ഈ നാട് വിട്ടു പോവുകയാണ്. ആ നാട് വിട്ടു പോകുന്നത് മാത്രം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ടുള്ള സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് LDC തസ്തികയിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ LDC തസ്തികയുടെ കണക്കനുസരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതിനേക്കാൾ 4.5 ലക്ഷത്തോളം പേര് ഇപ്രാവശ്യം LDC പരീക്ഷയുടെ അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നു. 3 ലക്ഷത്തോളം പേര് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ ഞങ്ങൾക്ക് ആ സർക്കാർ ജോലി വേണ്ട എന്നുള്ള നിലയ്ക്ക് 3 ലക്ഷത്തോളം കുറവ് അവിടെ വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ സർവീസിന്റെ എല്ലാ മഹിമയും നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് കേരളത്തിലെ യുവാക്കൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസ് മേഖല എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സർവീസ് മേഖലയിൽ ഇനി നഷ്ടപ്പെടാൻ എന്താ ബാക്കിയുള്ളത്? കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ആകെ ലഭിക്കുന്നത് ശമ്പളം മാത്രമാണ്. ആ ശമ്പളം പോലും വരുന്ന ആളുകളിൽ ഇപ്പോൾ വളരെ നമ്മുടെ ധനമന്ത്രി ഒരുപാട് കണക്കുകൾ വെച്ചിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ വളരെ ആശങ്കയോടുകൂടി കാണുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. KSRTCയിലെ ജീവനക്കാർ അനുഭവിക്കുന്ന, ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSRTCയിലെ ജീവനക്കാർ ഇന്ന് അനുഭവിക്കുന്ന അതേ യാതനയും വേദനയും കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നു വരുന്ന നാളുകളാണ് ഈ നമ്മുടെ മുന്നിൽ ഞങ്ങൾ കാണുന്നത്. ഇപ്പൊ ഞാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് ഗവൺമെന്റ് ഇന്ന് മിണ്ടിയോ? ഇന്ന് മെഡിസപ്പിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാണക്കേടുണ്ടാക്കുന്ന ഒരു പദ്ധതി ഒരു സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മെഡിസപ്പാണ്. കാരണം 1 രൂപ അതിന്റെ പ്രയോജനം ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അല്ല, കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് 500 രൂപ വെച്ച് ജീവനക്കാരിൽ നിന്ന് നിർബന്ധപൂർവ്വം, അത് ഒരു ഓപ്ഷനുമില്ല, ഞങ്ങൾ 500 രൂപ വെച്ച് പിടിച്ചെടുക്കും. ആ പിടിച്ചെടുക്കുന്ന തുക 6000 രൂപ ഒരു ജീവനക്കാരിൽ നിന്ന് വാങ്ങുന്നു. ചിലപ്പോൾ ഒരു വീട്ടിനകത്ത് 1 2 പേര്, ഒരു കുടുംബത്തിലെ 2 3 പേരുണ്ടെങ്കിൽ ഈ 6000 രൂപ വെച്ച് അവരിൽ നിന്നെല്ലാം വാങ്ങും. വാങ്ങിയതിന് ശേഷം വെറും 3 ലക്ഷം രൂപയുടെ കവറേജാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ, കേരളത്തിലെ കൊള്ളാവുന്ന ആശുപത്രികൾ, തിരുവനന്തപുരത്തെ കൊള്ളാവുന്ന ആശുപത്രികൾ ഉൾപ്പെടെ ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ പലതും ഈ മെഡിസപ്പുമായി സഹകരിക്കുന്നില്ല. മെഡിസപ്പിന്റെ കാർഡുമായി ഒരു ആശുപത്രിയിൽ പോയാൽ നമുക്ക് ചികിത്സ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. കാരണം ഏതെങ്കിലും ഒരു വിഭാഗമാണ് സർക്കാരുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ അവിടത്തേക്ക് മാത്രമാണ് ആ ചികിത്സ പരിമിതപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അസുഖമുണ്ടായാൽ ആ ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം താലി പണയപ്പെടുത്തി കൊണ്ടുവന്ന് അടച്ചിട്ട് പോകേണ്ട സ്ഥിതിയാണ്. ആയിരക്കണക്കിന് ആളുകൾ മെഡിസിപ്പ് കിട്ടാതെ കണ്ണീരോടുകൂടി വന്നിട്ടുണ്ട്. NGO യൂണിയൻകാർക്ക് ഒന്നും പരാതിയൊന്നുമില്ലേ? അല്ല, ഏറ്റവും വലിയ രസമായിട്ടുള്ള കാര്യം, ഞാൻ ഈ പെൻഷന്റെ കാര്യത്തിലേക്ക് ഒന്ന് വരാം. ഇന്നിപ്പോ ഒരു പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിലെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന, അതിനാഗ്രഹിക്കുന്ന NPSകാരുടെ അല്ലെങ്കിൽ ന്യൂ പെൻഷൻ സ്കീമിന്റെ ഭാഗമായി സർവീസിൽ വരുന്ന ആൾക്കാരെ ഇത്രത്തോളം തന്ത്രപരമായി പറ്റിച്ചിട്ടുള്ള ഒരു മുന്നണി കേരളത്തിന്റെ ചരിത്രത്തിലില്ല. 2016 അവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും, പുനഃപരിശോധിക്കും എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ട് അത് അച്ചടിച്ച് വെച്ച് വോട്ട് വാങ്ങി. 2021 സമയത്ത് ഇതേ കാര്യം ആവർത്തിച്ചു. പങ്കാളിത്ത പെൻഷന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അത് പരിശോധിച്ച് ജീവനക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് 2021 നിയമസഭാ ഇലക്ഷനിൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വരികയാണ്. ഈ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് വീണ്ടും ഈ ജീവനക്കാരൻ്റെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ട് തട്ടാനുള്ള വെറും തട്ടിപ്പ് ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയത്. ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും ഈ ഗവൺമെന്റിനില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഈ K-ഫോൺ നടപ്പിലാക്കി കേരളത്തിൽ വലിയ വിജയം വന്നു. അതുപോലെ K-റെയിൽ നടപ്പിലാക്കി ഒരു വലിയ വിജയത്തിലേക്ക് കേരളത്തെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പെൻഷൻ പദ്ധതി എന്ന നിലയ്ക്കാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടതാണ് ജീവനക്കാരുടെ ചർച്ച ചെയ്യുന്നത്. ഇത് ശരിക്കു പറഞ്ഞാൽ കേരളത്തിലെ ജീവനക്കാരെ വഞ്ചിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. 1% ആത്മാർത്ഥത പോലും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റിന് ഇല്ല എന്ന് മാത്രമല്ല, പങ്കാളിത്ത പെൻഷൻകാരെ
കൂടെ പണയപ്പെടുത്തിക്കൊണ്ട് 1750 കോടി രൂപ 2023-24 കാലഘട്ടത്തിൽ ഈ ഗവൺമെന്റ് വായ്പ എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് ബന്ധപ്പെട്ട ആൾക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് പോലും ഈ പറഞ്ഞ രീതിയിൽ പണം കടമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണുള്ളത്. പിന്നെ ഇവിടെ ചോദിച്ച ഒരു ചോദ്യം ഇടത് സംഘടനകളെ സംബന്ധിച്ചാണ്. കേരളത്തിലെ സർവീസ് മേഖലയിൽ ഈ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളികളാണ് എന്ന് അവകാശപ്പെട്ടിരുന്നവരാണ് കേരളത്തിലെ ഇടത് സംഘടനകൾ. ഇന്ന് കേരളത്തിലെ സർവീസ് മേഖലയിൽ ജീവനക്കാരുടെ മനസ്സിൽ നിന്ന് പടിയിറക്കപ്പെട്ട, കേരളത്തിലെ സർവീസ് മേഖലയിൽ ഇന്ന് അന്യം നിൽക്കുന്ന ജീവികളായി മാറിയിരിക്കുന്ന സംഘടനകളായി കേരളത്തിലെ FSCTയും അതുപോലെ ജോയിന്റ് കൗൺസിലും. കാരണം കേരളത്തിലെ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളെക്കുറിച്ച് അവരിന്ന് ചിന്തിക്കുന്നേ ഇല്ല. അവർക്കിന്ന് ക്ഷാമബത്ത വേണ്ട, മെഡിസപ്പ് വേണ്ട, ലീവ് സറണ്ടർ വേണ്ട, കേരളത്തിലെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണ്ട. ഇഞ്ചി കൃഷിയും ഏലകൃഷിയും അതുപോലെ തന്നെ തിരുവാതിരക്കളിയും സുന്ദരിക്ക് പൊട്ടുതൊടലൊക്കെ ആയിട്ട് കേരളത്തിലെ നാണം കെട്ട ഒരു സർവീസ് സംഘടന കഴിഞ്ഞ 7.5 വർഷമായി കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ജീവനക്കാരെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ജീവനക്കാരെ മാനസികമായി അവരെ അടിമത്വ മനോഭാവമുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ്. അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വിജയം. ഈ ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നാലും ഈ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന, സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് 1% പോലും ബോധമില്ലാത്തവരാക്കി മാറ്റി, സ്വന്തം അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്തും ഗവൺമെന്റിന് വേണ്ടി കൈപൊക്കാനും കൈയടിക്കാനും ജയ് വിളിക്കാനും വിധിക്കപ്പെട്ടവരായി മാറിയ, അടിമത്വം ബാധിച്ച വലിയൊരു ശതമാനം ജീവനക്കാരാണ് കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയെ ഈ ദുരന്താവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഈ ബഡ്ജറ്റ്, ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് അങ്ങേയറ്റം ജീവനക്കാരോടും പെൻഷൻകാരോടും അങ്ങേയറ്റം ക്രൂരത കാണിച്ച, അല്ലെങ്കിൽ അങ്ങേയറ്റം അവഗണന കാണിച്ച ഒരു ബഡ്ജറ്റായിട്ട് മാത്രമേ ഈ ബഡ്ജറ്റിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ. യെസ്, പ്രൊഫസർ റോണിയും മാഷും ശരിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇരുവരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. യെസ്, പ്രൊഫസർ റോണി, ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത് താങ്കളോട്, അതായത് സാമ്പത്തിക പരാധീനതയുണ്ടായിട്ടും ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കോ, സപ്ലൈകോയ്ക്ക് പണം അനുവദിച്ചില്ല. മന്ത്രി GR അനിലിന് അതൃപ്തി. CPI മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കാണും. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ ഒന്നും ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടില്ല. പുതിയ വാർത്തയാണ്. പ്രൊഫസർ ജോണി, പൊതുവിൽ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ ബജറ്റിനെ? ബജറ്റില് ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് കേരളത്തിന്റെ നികുതി വരുമാനം ഇരട്ടിയായി എന്നൊരു അവകാശവാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ ഈ നികുതി വരുമാനം എങ്ങനെ ഇരട്ടിയായി? കാരണം കേരളത്തിലെ ജനങ്ങളെ അതുപോലെ പിഴിഞ്ഞ്, കാരണം നമുക്കറിയാം ഇന്ന് കേരളത്തിന് നികുതി വരുന്ന പ്രധാനപ്പെട്ട 3-4 സോഴ്സുകൾ: മദ്യം 30%, ഇന്ധനം 25%, ഭൂനികുതി 12%. ഈ 3 ഹെഡ് ആവുമ്പോൾ തന്നെ ഏകദേശം 65-70% വരിക. ഇതിനകത്ത് നിന്ന് മാക്സിമം ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കാവുന്ന, കാരണം കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ നിന്ന് നമുക്കറിയാം അവിടെ നിന്ന് 2 രൂപ വെച്ച് അഡീഷണൽ സെസ് പിരിച്ചു ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ എന്ന പേരിൽ. പക്ഷേ 5000 കോടിയോളം രൂപയാണ് ആ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ എന്ന പേരിൽ നമ്മളിൽ നിന്നും ഇന്ധന സെസ് പിരിച്ചെടുത്തത്. പക്ഷെ നമുക്കറിയാം 6 മാസമായിട്ട് ഇവിടെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ്. അപ്പോൾ എങ്ങോട്ടാണ് ഈ പറയുന്ന ഇരട്ടിയായി എന്ന് പറയുന്ന നികുതി വരുമാനമൊക്കെ പോകുന്നത്? വളരെ കൃത്യമാണ്, കടബാധ്യതകളിലേക്കും പലിശകളിലേക്കും. ഇവിടെ മറ്റെല്ലാ മേഖലകളിലും സർക്കാരിന്റെ ഈ പറയുന്ന വിവിധ ഹെഡുകളില് ഈ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ കുറയുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുതൽ ഒറ്റൊരു മേഖല മാത്രമേ ഉള്ളൂ. അത് എന്ന് പറയുന്നത് പൊതുഭരണ വകുപ്പാണ്. പൊതുഭരണ വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പൊതുഭരണ വകുപ്പ്. എന്തുകൊണ്ട് കേരളത്തിന്റെ റവന്യൂ വരുമാനം കൂടുമ്പോഴും എന്തുകൊണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള സാമ്പത്തിക വളർച്ച കേരളത്തിൽ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ആനുപാതികമായിട്ട് തൊഴിലവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല? ഒറ്റ കാരണമേ ഉള്ളൂ, ഈ ഗവൺമെന്റിന്റെ ധൂർത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു. ഇവിടെ മനസാക്ഷിയുള്ള കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാ. ഇവര് നടത്തിയ ഗവൺമെന്റ് ചെലവിൽ CPM സ്പോൺസേഡ് പരിപാടി നടത്തിയ നവകേരള സദസ്സിന്റെ പേരിൽ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എഴുതിയെടുത്ത TADA എന്ന് പറയുന്ന 35 ലക്ഷം രൂപയാ. ഇവർക്ക് ആത്മാഭിമാനമുണ്ടോ? ഇവർക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ആ ആഡംബര വാഹനത്തിൽ ഈ കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് അതിന്റെ പേരിൽ TADAയും എഴുതിയെടുക്കുവാനുള്ള ഇവരുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ. അത് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെ നോക്കി അവര് പല്ലിളിക്കുകയാണ്, അവർ പുച്ഛിക്കുകയാണ്. ഞാൻ ഇനിയും ഇന്ന് ഈ ജനം TV ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വളരെ പ്രസക്തമാണ്. കാരണം എന്താ, ഇന്ന് ഈ ബജറ്റ് അവതരിപ്പിച്ചതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ നിന്നും കമ്മ്യൂണിസം എന്ന പേര്, മാർക്സിസം എന്ന പേര് ഇന്നൊരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായിരിക്കുക, ഇല്ലാതായിരിക്കുക.
1.5 പതിറ്റാണ്ടിന് മുമ്പ് MN വിജയൻ മാഷ് പാഠം മാസികയിലൂടെ അദ്ദേഹം നടത്തിയ പോരാട്ടമുണ്ടല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീവ്ര വലതുപക്ഷ നയങ്ങൾക്കെതിരെ. ഇന്ന് എന്താണ് വിജയൻ മാഷ് അന്ന് പ്രവചിച്ചത്? ആ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുക. നാണമുണ്ടോ? ഈ ധനകാര്യമന്ത്രി പറയുന്നത് എന്താ? 70കളിൽ ചൈനയിൽ നടപ്പാക്കിയ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഞങ്ങളോട് നടപ്പാക്കും എന്ന് അദ്ദേഹം പറയുന്നത്. അതിനേക്കാളും ഭേദം സോവിയറ്റ് യൂണിയൻ നടത്തിയ പെരിസ്ട്രോയിക്കായി ഗ്ലാസ്നോസ്കും അതിന്റെ തനിപ്പകർപ്പ് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നതാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ എങ്ങോട്ടെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്യന്തികമായ തകർച്ചയിലേക്ക്. മാവോ സേ തൂങ് 90കളിൽ പറഞ്ഞു, എന്താ പൂച്ച സിദ്ധാന്തമുണ്ട്, ക്യാറ്റ് തിയറി ഉണ്ട്. എന്താ? വി ആർ നോട്ട് ബോദറിംഗ് അബൌട്ട് ദ കളർ ഓഫ് ദ ക്യാറ്റ്. പ്രത്യയശാസ്ത്രത്തിന്റെ നിറം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രസക്തമല്ല, പൂച്ച എലിയെ പിടിക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനം. ചൈന എവിടെ ചെന്ന് നമുക്കറിയാം. അവിടെ കമ്മ്യൂണിസം ഇല്ലാതായി, പാർട്ടി സർവാധിപത്യത്തിലേക്ക് ചൈന എത്തി. ഇനി ബംഗാളിന്റെ അവസ്ഥ നമുക്കറിയാം. ബംഗാളിന്റെ ഇതുപോലെ തന്നെയായിരുന്നു. ജ്യോതി ബാസു, അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബാസുവിന്റെ മകൻ ചന്ദൻ ബാസു, അവരൊക്കെ കൂടി അവിടെ നടത്തിയ വലതുപക്ഷ തീവ്ര കോർപ്പറേറ്റ് നയങ്ങൾ ഇവിടെ വളരെ പ്രസക്തമാണ്. അനിൽ നമ്പേരി ചോദിച്ചു, ഇന്ന് വിദേശ സർവകലാശാലകൾക്ക് പരവതാനി വിരിക്കാൻ പോകുന്ന ഈ സർക്കാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ SFIയുടെ നേതാക്കൾ TP ശ്രീനിവാസനെ കോവളത്ത് വെച്ചുകൊണ്ട് അവിടെ എന്താ ഈ പറയുന്ന വിദേശ സർവകലാശാലകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗത്തില് വന്ന് അദ്ദേഹത്തെ അടിച്ച് താടിയിടുന്ന കേരളം കണ്ടു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെതിരെ സമരം ചെയ്തവരാണ്. നമ്മൾ മനസ്സിലാക്കണം. CPM ഈ പ്രത്യയശാസ്ത്ര വ്യതിയാനം ഇതുവരെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടുണ്ടോ? പാർട്ടി പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തതാണോ? അതോ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലോ സെൻട്രൽ കമ്മിറ്റിയിലോ എവിടെയെങ്കിലും ചർച്ച ചെയ്തതാണോ? ഇന്നിവിടെ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന തീവ്ര, കാരണം ഇവരെന്നും അഭിമാനിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, അതിനൊക്കെ മുകളിലാണ്, പോളിറ്റ് ബ്യൂറോക്കൊക്കെ മുകളിലാണ് പ്രൊഫസർ റോണി. അതെ, ഇന്ന് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ വർത്തമാനകാല അപജയം എന്നുകൂടി നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് വളരെ കൃത്യമായി. ഇത് ഒരു കാര്യം ഓർക്കുക, അണികളെ രക്തസാക്ഷ്യ മണ്ഡപങ്ങളിലും ബലികുടീരങ്ങളിലും കുടിയിരുത്തി വൻകിട കോർപ്പറേറ്റുകളുമായി സന്ധ്യ സംഭാഷണം നടത്തുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള പതനത്തിലേക്ക് ആണ് ഇത് നയിക്കുന്നത്. കാരണം അത്രമാത്രം എന്താ, ഞാൻ വളരെ കൃത്യമായി തന്നെ പറയുക, ഇവരെ എന്നും കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന നരേറ്റീവ് ഉണ്ട്. എന്താ? സെൻട്രൽ ഗവൺമെന്റ് കേരളത്തെ പീഡിപ്പിക്കുന്നു, സെൻട്രൽ ഗവൺമെന്റ് കേരളത്തെ, അതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള വസ്തുതകൾ ഉണ്ട് എങ്കിൽ പോലും എല്ലാ കേരളത്തിന്റെ സാമ്പത്തിക പതനത്തിന്റെയും തകർച്ചയുടെയും മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിലാണ് എന്ന് കോൺഗ്രസ് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതിനകത്തുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ തന്നെ ഏതൊക്കെയാലും സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ തന്നെ പോവുകയും കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് നൽകുകയും ചെയ്തതോടെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ഏതൊക്കെയാലും സുപ്രീം കോടതിയിൽ പോയി ഇവരെ വടി കൊടുത്ത് അടിമേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം പോകുന്നത്. നമുക്ക് ഇവിടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള രാഷ്ട്രീയം സംസാരിക്കണം. അതിന് CPM ഇവിടെ തയ്യാറാകുന്നില്ല. പക്ഷെ അവരുടെ ഈ പറയുന്ന ഇതെല്ലാം വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ വിഷയത്തിൽ ഇവിടെ. കാരണം ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവിടെ നമ്മളെല്ലാരും കൈയടിക്കും. ലൈഫ് പദ്ധതി 10,000 കോടി ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നു. ബജറ്റിലെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷം പോലും ഈ പറയുന്ന ലൈഫിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം 1,41,257 വീടുകളുടെ നിർമ്മാണത്തിന് കരാർ വെച്ചു. പൂർത്തീകരിച്ചത് വെറും 15,518 വീടുകൾ. കഴിഞ്ഞ ബജറ്റിൽ 717 കോടി ലൈഫിന് വേണ്ടി മാറ്റിവെച്ചു. ചെലവഴിച്ചത് വെറും 3.76%. എല്ലാ മേഖലകളിലും ഇതാണ്. ഇവര് പല പദ്ധതികൾ പ്രഖ്യാപിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നു? അത് മുഴുവൻ വക മാറ്റുകയാണ്. ഈ 10,000 കോടി രൂപ മുടക്കി ലൈഫിന് വേണ്ടി, എന്നിട്ട് മന്ത്രി പറയുക സംസ്ഥാന ഗവൺമെന്റുകളും ത്രിതല പഞ്ചായത്തുകളും ചേർന്ന് അതിനുള്ള പണം കണ്ടെത്തും. കടമെടുത്താണെങ്കിലും നമുക്കറിയാം ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള പോലും കൊടുത്തിട്ടില്ല. കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന ഒന്നാമത്തെ ഗഡു 800 കോടിയിൽ പരം രൂപ അതിന്നും ഈ ത്രിതല പഞ്ചായത്തുകൾ കൊടുത്തിട്ടില്ല. സ്വന്തമായി 50,000 രൂപ മുടക്കി ഒരു റോഡ് ടാർ ചെയ്യാൻ പോലും നിവൃത്തിയില്ലാത്ത ഈ പറയുന്ന പഞ്ചായത്തുകളോട് പറയുക, നിങ്ങൾ 10,000 കോടി രൂപയ്ക്ക് നിങ്ങളുടെ ലൈഫ് പദ്ധതിക്ക്. കാരണം എന്താ? ഇത് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഇത്രമാത്രം മോശമായിട്ടുള്ള ഒരു ബജറ്റ്, ഒരു പദ്ധതി നിർദ്ദേശമില്ല. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതെല്ലാം ഇന്നെന്താ? ഇത് നമ്മൾ 2,000 കോടി കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതാ. ഇവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ വേണ്ടി കമ്പോളത്തിൽ ഇടപെടാൻ വേണ്ടി 2,000 കോടി രൂപ. ഇവർ കമ്പോളത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ആകെ ഇടപെട്ടുകൊണ്ടിരുന്ന സപ്ലൈകോയെ പോലും. അതുകൊണ്ടാണ് ഇപ്പോ ഭക്ഷ്യമന്ത്രി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്യന്തികമായ ഒരു പൊട്ടിത്തെറി ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യെസ്, ജയേന്ദ്ര മാഷേ, ഇസ്രായേൽ ഹമാസ് യുദ്ധവും അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം പോലും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അത് മോശമാക്കി എന്നാണ് ധനമന്ത്രിയുടെ കണ്ടെത്തൽ. പക്ഷേ ഇവിടെ കാശടിച്ചു മാറ്റാനുള്ള ചില പദ്ധതികൾ അതുകൂടി
ആ ഒരു സ്ഥാപനം, മാഷിൻ്റെ നാട്ടിലുള്ളൊരു സ്ഥാപനം ഉണ്ടല്ലോ, നമ്മുടെ ഊരാളുങ്കലുകാരെ സഹായിക്കാൻ വേണ്ടി. നോക്കൂ, മറൈൻ ഡ്രൈവിൽ വാണിജ്യ സമുച്ചയം 2150 കോടി. പക്ഷേ കമ്മീഷൻ കൃത്യമായിട്ട് കിട്ടുമല്ലോ അല്ലേ? മറ്റൊരു കാര്യം, നിർമ്മാണ മേഖലയ്ക്ക് 1000 കോടി. ഇത് രണ്ടും ഊരാളുങ്കലിനെ സഹായിക്കാനുള്ള പദ്ധതികളാണ്. ഞാൻ രണ്ടേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി പിന്നെ പദ്ധതികൾ പലതും ഉണ്ട്. അത് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നില്ല. എന്തായാലും ലോക സമാധാനത്തിന് ഇപ്രാവശ്യം കോടികളൊന്നും നീക്കിവെച്ചില്ല. ഒരു ബജറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള അവസ്ഥയെ അപഗ്രഥിച്ച് നമ്മളുടെ പോരായ്മകളും നമ്മളുടെ സാധ്യതകളും കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകലാണ്. പക്ഷെ ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ ഒരു തരികിട കളി മാത്രമാണ്. ഞാൻ തൊട്ട് മുമ്പ് ധനകാര്യ മന്ത്രിയുമായിട്ട് ഒരു ഡിബേറ്റിൽ ഉണ്ടായിരുന്നു ഒരു സ്വകാര്യ ചാനലിൽ. നോക്കൂ, എന്താണ് നമ്മുടെ മൂലധനം കേരളത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് ഈ രണ്ട് മുന്നണികൾ വിട്ടുകാലം അത്രയും ഭരിച്ച് നമുക്ക് നേടിത്തന്ന കടമാണ്. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് എന്താണ്? വായ്പയാണ്. നമ്മുടെ ചെലവെന്ന് പറയുന്നത് എന്താണ്? ധൂർത്താണ്. ഇത് ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്? സത്യത്തിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നിയത് എന്നെ വളരെയധികം ബഹുമാനിക്കുന്ന, അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന, കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന എന്റെ സുരേഷ് ബാബു സാറിന്റെ നിഗമനങ്ങളാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? അതൊരു രക്ഷയില്ലാഞ്ഞിട്ടുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി മൂലമാണ്. അതിന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ഒരു കൈ കൂപ്പി ചോദിക്കുന്നു, അല്ല അതിനിപ്പോ അടുത്ത് തീരുമാനമാവുമല്ലോ. സുപ്രീം കോടതിയിൽ ഒരു കേസ് കേരളം കൊടുത്തിട്ടുണ്ടല്ലോ. ആ കേസിൽ കേന്ദ്രം കേരളത്തിന് എന്തെങ്കിലും തരാനുള്ളത് തന്നിട്ടില്ല, തരുന്നില്ല എന്ന ആരോപണമുണ്ടോ സുരേഷ് ബാബു സാറേ? ഒറ്റ ആവശ്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് ധൂർത്തടിക്കാൻ കടം വാങ്ങാൻ അനുവദിക്കണം. ഇനി കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ബജറ്റിനകത്ത് ഒരു കാര്യം ഇവിടെ തൊട്ട് മുമ്പ് സംസാരിച്ച് ചൂണ്ടിക്കാണിച്ചു. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ലോകത്തിൽ ഒരു സംഭാവനയും ചെയ്യാൻ കഴിവുള്ളതല്ല. ഞാൻ പഠിച്ചിടത്തോളം നമ്പിയാരെ കമ്മ്യൂണിസത്തെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി പറഞ്ഞപ്പോഴോട് പറഞ്ഞത് സ്വകാര്യ സ്വത്തിന്റെയും സ്വകാര്യ നിക്ഷേപത്തിന്റെയും നിരാസമാണ് കമ്മ്യൂണിസം. ആ നിരാസത്തിൽ നിന്നും ഇപ്പൊ ലേറ്റസ്റ്റ് 1-ാം നമ്പർ കേരളത്തില് ആരോഗ്യ മേഖലയിൽ സ്വകാര്യ പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കും, വിദ്യാഭ്യാസ മേഖലയിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സുരേഷ് ബാബു സാറേ പദ്ധതിയുടെ അർത്ഥം? സൗജന്യ ചികിത്സ വേണ്ടെന്ന് വെക്കുമോ? അതല്ല ആശുപത്രിയുടെ മുമ്പിൽ ഒരു കലക്ഷൻ തൊട്ടി വെക്കുമോ? പണ്ടാരിമാതിരിയില് സ്കൂളുകളിൽ സ്വകാര്യ ജനങ്ങളുടെ പങ്കാളിത്തം തേടുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൗജന്യമായിട്ടുള്ള കുട്ടികളുടെ പഠനം അവസാനിപ്പിക്കും. സ്വകാര്യ സ്കൂളുകളിൽ പോലെ ഞങ്ങൾക്കും ട്യൂഷൻ വേണം, മാഷുമാർക്ക് കൊടുക്കാനുള്ള ശമ്പളം നാളെ മുതൽ നിങ്ങൾ തരണമെന്ന് കേരളം ആവശ്യപ്പെടുകയാണോ? നോക്കുവാൻ നമ്പിയാരെ, ഞാൻ നീട്ടിട്ടൊന്നും സംസാരിക്കുന്നില്ല. 45 ലക്ഷം തൊഴിൽരഹിതരുണ്ട് കേരളത്തിൽ. അതിൽ 10,000 പേര് MBBSകാരാണ്. 1 ലക്ഷത്തിൽ പകരമുള്ളത് എഞ്ചിനീയർമാരാണ്. 61 ലക്ഷം മലയാളികൾ കേരളത്തിന്റെ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. നമ്മുടെ വിമാനത്താവളങ്ങൾ ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഗേറ്റ് വേകളാകുന്നു. കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കേന്ദ്ര വിവേചനം കൊണ്ട് തകർന്നു എന്ന് പറയുന്നവർ കേരളത്തിലെ തൊഴിലന്വേഷണം. ഞാൻ ഒറ്റ കാര്യം ഇവിടെ സുരേഷ് ബാബുയോട് ചോദിക്കും സാർ, താങ്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ, 1980കളിൽ കേരള ഗവൺമെന്റിന്റെ റവന്യൂ വരുമാനത്തെക്കാൾ വലിയൊരു തുകയാണ് കേരളത്തിലേക്ക് ഗൾഫ് മലയാളികൾ അയച്ചത്. നോക്കൂ, ഈ കേരളം വിട്ടോടുന്ന ചെറുപ്പക്കാരുടെ ദൈക്ഷണിക ശക്തി, ടെക്നിക്കൽ നോളജ്, വൈജ്ഞാനിക സമ്പത്ത് കേരളം ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ കേരളം ഇന്നത്തെ അവസ്ഥയിൽ എത്തുമായിരുന്നുവോ? ഇനി ഇതിപ്പോ നിങ്ങൾ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നത് ഗതികേട് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ഇത് കൃത്യം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വാഗൊണ്ട് പറയുകയല്ല, കടലാസ് കൊണ്ട് കേരള ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടില്ലേ? സെപ്റ്റംബർ 14, 2023 പിരിച്ചെടുക്കാൻ 28,258 കോടി രൂപ കേരളത്തിലുണ്ട്. അതിൽ 6,267 കോടി രൂപ കേരള ഗവൺമെന്റ് സ്റ്റേ കൊടുത്തതാണ്. കേൾക്കണം നമ്പിയാരെ, 10 വർഷമായി GST വകുപ്പിൽ പരിശോധനയില്ല. നികുതി നിർണയം അശാസ്ത്രീയമായതിന്റെ പേരിൽ 4,332 കോടി രൂപ നഷ്ടപ്പെട്ടു. GST നഷ്ടം 13,410. പലിശയ്ക്ക് ഇളവ് കൊടുത്തത് വാങ്ങിയെടുക്കാത്തതിന്റെ പേരിൽ നഷ്ടം 5,979. വൈദ്യുതി വകുപ്പിൽ പിരിച്ചെടുക്കാനുള്ള തുക
3118. മോട്ടോർ വാഹന വകുപ്പിൽ പിരിച്ചെടുക്കാനുള്ള തുക 2768. ഞാനത് പട്ടിക വായിക്കുന്നില്ല. സുതാര്യമല്ലാത്ത നിലപാടുകൾ, ട്രഷറിയിലുള്ള അനധികൃതമായ ഇടപാടുകൾ, യഥാസമയം സിസ്റ്റം ഓഡിറ്റ് ചെയ്യാത്തത്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം കൂടി എന്റെ സുഹൃത്തിനോട് ചോദിക്കും. ദൂർത്തില്ല കേരളത്തിന് അഭിപ്രായം സുരേഷ് ബാബു സാറിനുണ്ടോ? 114 ഡിപ്പാർട്ട്മെന്റുകൾ കേരളത്തിന് ആവശ്യമുണ്ടോ സർ? 12 DGPമാർക്ക് തിരിയുന്ന കസേരയും വാഹനവും ഓഫീസും ആവശ്യമുണ്ടോ സർ കേരളത്തിൽ? 21 PSC മെമ്പർമാർ, UPSCക്ക് പോലും ഇത്രയുമില്ല. ഇരുവർക്ക് 6 ലക്ഷം രൂപയാണ് നമ്പ്യാരി ഒരു മാസ ശമ്പളം. 6 lakhs. 4,000 അതിപ്പോ 6 റിട്ടയർ ചെയ്താൽ മരണം വരെ അവർക്ക് 3 ലക്ഷം രൂപ പ്രതിമാസം പെൻഷൻ. ഇന്ത്യ രാജ്യത്തോ ലോകത്തെവിടെയെങ്കിലും മന്ത്രിമാരെ സ്വകാര്യ സേവനം നടത്തിയ പാർട്ടി നിശ്ചയിക്കുന്ന ആളുകൾക്ക് സുരേഷ് ബാബു സാറെ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അതിൽ UDFകാരുണ്ട്, LDFകാരുണ്ട്. ഇവ രാജ്യത്തെ സേവിച്ചതിന് സേവനം പെൻഷൻ കൊടുക്കണമെന്ന് ന്യായമുണ്ട്. മന്ത്രിമാരെ സേവിച്ചതിന്, അടുക്കളപ്പണി ചെയ്തതിന്, അവിടെ മുറ്റം തൂത്തതിന് ഖജനാവെന്ന് പണിയെടുത്ത കാലത്ത് ശമ്പളം കൊടുക്കുന്നവർക്ക് ന്യായം വയ്ക്കാം. മരണം വരെ അവർക്ക് പെൻഷൻ. നോക്കൂ, ഇതെന്ത് ന്യായമാണുള്ളത്? ഇപ്പോ അനിൽ നമ്പ്യാരെ നിങ്ങളും പറഞ്ഞ ഒരാളെങ്കിലും അവിടത്തേക്ക് അല്ലത്രേ ആനയിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറയുന്നത് KSRTCയിലേക്ക് അത് അവരെ ഏൽപ്പിക്കാനുള്ള ചില നടപടികൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പൊ പിന്നാമ്പുറം വാർത്തകൾ. KSRTCക്കാർ ഇപ്പൊ അനുവദിക്കും. കാരണം അവർക്ക് ജോലി ചെയ്താൽ ശമ്പളം കിട്ടുന്നില്ല. ഏതാണ്ട് കേട്ടത് അതിനുള്ള ഗ്രൗണ്ടും ഒരുക്കി കഴിഞ്ഞു. താങ്കൾ ഇപ്പറഞ്ഞ കമ്മീഷൻ മാത്രമല്ല, കേരളം മൊത്തം അവർക്ക് വിഴുങ്ങാൻ വേണ്ടി തീരെഴുതി കൊടുക്കും. കേരളത്തിലെ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഭീതിയോടെയല്ലേ നമ്മൾ കാണുന്നത്? നോക്കൂ, ഈ ഖജനാവിൽ കഷ്ടപ്പെടുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ മുട്ടയും ബ്രെഡും നിർത്തിയപ്പോഴാണ് നമ്പർ 1 കേരളത്തിൽ ആരോഗ്യമുണ്ടെന്ന് പറയുന്ന കേരളത്തില് നിങ്ങൾ കേൾക്കണം, 75 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഭാര്യയുടെയും ചികിത്സയ്ക്ക് മാസപ്പടി കിട്ടുന്ന കുടുംബമാണത് നമ്പ്യാരെ. മാസപ്പടി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കരിമണൽ കൊള്ള ചെയ്യാനുള്ള വിഹിതത്തിന്റെ അദ്ദേഹത്തിന് കൊടുക്കുന്ന കൈക്കൂലി. അല്പമെങ്കിലും അച്ഛന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കണ്ടേ? അതും ഖജനാവിൽ നിന്ന്. നോക്കൂ നിങ്ങൾ, ഈ ബജറ്റ് എന്ത് പുരോഗതിയാണ് മുന്നോട്ട് വെക്കുന്നത്? വരുമാനത്തെ കുറിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ചെലവിനെ കുറിച്ചുണ്ടോ? കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ എന്റെ ഇടതുപക്ഷ സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ചോദിച്ചു, ലോകത്തെവിടെയെങ്കിലും ഈ പാർട്ടി ഭരിച്ചിട്ട്, ഈ ഇടതുപക്ഷ ആശയം ഭരിച്ചിട്ട് നേരെയാക്കിയ ഒരു രാജ്യമോ സംസ്ഥാനമോ പ്രദേശമോ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? കേരളം മാത്രം ഈ വിഴുപ്പ് ഭാണ്ഡം ഇന്നും പേറുകയാണ്. ജനങ്ങൾ അനുഭവിച്ചു. കിറ്റ് തിന്നതിന്റെ പിഴയായിട്ട് കേരളം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പറ്റം ആളുകൾക്ക് ധൂർത്ത് നടത്താനുള്ള അവസരമായി ഒഴുകി. ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ബജറ്റിൽ ആകെയുള്ളത് വിഴിഞ്ഞം കേന്ദ്ര പദ്ധതി, ഈ പദ്ധതിയിൽ ആകെയുള്ളത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് കേന്ദ്ര പദ്ധതി, ഈ ബജറ്റിൽ ആകെയുള്ളത് വെൽനസ് സെന്ററുകളും കേന്ദ്രം നൽകുന്ന ആരോഗ്യ പദ്ധതി, വിദ്യാഭ്യാസ രംഗത്ത് SSA നൽകുന്ന പണം. ഇതല്ലാതെ എന്ത് പദ്ധതിയാണ് ഇതിനകത്തുള്ളത്? ഏറ്റവും അവസാനം അവർ പറയുകയാണ് പൊതു ഗതാഗതം അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പാതകൾ, അതും കേന്ദ്ര ഗവൺമെന്റിന്റെ. ഈ ഗവൺമെന്റിന് എന്ത് നയാ പൈസയാണ് ഇതിനകത്ത് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്? സത്യത്തിൽ അടിമുടി പരാജയപ്പെട്ട ലോക ജനത ശാപമായി എന്ന് തിരിച്ചറിഞ്ഞ് ചൂലി ചാണകത്തിൽ മുക്കി അടിച്ച് പുറത്താക്കിയ ഒരു പ്രത്യയശാസ്ത്രം കേരളത്തിലെ ജനത ഇന്ന് പേറുകയാണ്. ഇപ്പോഴിത് അവരും തയ്യാറായിരിക്കുന്നു. ചാണകത്തിൽ മുക്കി അടിച്ചു പുറത്താക്കാൻ അധികകാലം വേണ്ടി വരില്ല. സുപ്രീം കോടതി വിധി വരുമ്പോൾ കുറെ കൂടെ വ്യക്തത നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അനുഭവിക്കട്ടെ മാഷേ. എന്തായാലും ഒരു ലോഡ് ചോദ്യങ്ങളുണ്ട് സുരേഷ് ബാബു വക്കീലെ, ഒരു ലോഡ് ചോദ്യങ്ങളുണ്ട്. ഞാൻ വരാം താങ്കളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.